ഈസ്റ്റർ കട്ട്ലറ്റ്. പിന്നെ ഉപ്പും മുളകും പിടിക്കാൻ അറിയണ്ടേ? ഇതിന്റെ പേരാണ് ഉപ്പിട്ടോ അവിടെ ഇരുന്ന് ശകലിട്ടു. അച്ഛപ്പോ ഒരു സ്പൂൺ ഇങ്ങനെ തട്ടി. ഇല്ല ഇല്ല ഉപ്പില്ല. കറക്റ്റാണ്. ഇപ്പോഴാണ് കറക്റ്റായി. വീണ്ടും വരുന്നു. നല്ല ഇങ്ങനെ രണ്ട് ഈ കുരുമുളക് എല്ലാം ആവണം. വരട്ടി ചെയ്യിക്കാം. കൈ പോയി. ഇപ്പൊ മനസ്സിലായ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴാണ്. ചിത്ര കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നാൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പൊ കാർ വർക്ക്ഷോപ്പിൽ ചെയ്തോണ്ടിരിക്കണം. കണ്ടിന്യൂ ചെയ്താൽ അവർ കാറൊക്കെ ഈസിയായിട്ട് ചെയ്യും. നമ്മൾ ഒരു ദിവസം ചെയ്യുമ്പോ നമ്മൾ അങ്ങനെയൊക്കെ അതിന്റെ പ്രശ്നമാണ്. ഉപ്പ് കുറവാ. ഇതാണ് അമ്മ ഉപ്പെന്ന് ഓർക്കാം. എനിക്കൊന്ന് അമ്മ ഉപ്പിന്റെ ഭാഗമായിരിക്കും എടുത്ത് കഴിച്ചത്. അമ്മ തന്നിട്ട് അമ്മേനെ മതിയെന്ന് പറഞ്ഞു. എനിക്ക് പേടി കൂടിപ്പോട്ട്. ഇത്രയും വേണ്ടേ ഇത്ര? ഞാൻ എങ്ങനെ ചെയ്യുന്ന അറിയണ്ടെന്ന്. അത് പറ്റത്തില്ല. ഞാൻ ചെയ്യുന്ന അറിയണ്ടേ? അറിയണല്ലോ. 40 കട്ട്ലേറ്റിന് ഉമ്മാര് പോയി മേടിച്ചോണ്ട് വന്ന കോൺഫ്ലെക്സ് ആണ്. 40 തികച്ചു കാണിക്കണേ എന്നെ. സിനിമയുടെ ഇന്റർവൽ ടൈം ഇതൊക്കെ ഉണ്ടാക്കാം. ഒരു പാത്രത്തിൽ ഇത് ഇന്ന് ഫ്രൈ ചെയ്യോ? ഈസ്റ്റർ വിരുന്ന്. കണ്ണാടി നമുക്ക് ചേരുന്നില്ല. എനിക്ക് കണ്ണാണല്ലേ. കണ്ണാടിയുടെ ചേർത്ത് നോക്കിക്കൊണ്ടിരുന്നാ പറ്റും. ഇനി എത്രത്തെ കബോർഡിലുണ്ട് ആ പിങ്ക്. 2 ആയിട്ടുള്ളേ. 2 കട്ട്ലേറ്റ് ആയിട്ടുള്ളൂ. ഒരു പാക്കറ്റ്. അയ്യേ എടാ, ഏതൊരു പണി ചെയ്യുമ്പോഴും നല്ലതായിട്ട് ചെയ്യാൻ പഠിക്കണം. ഞാൻ അപ്പോഴേ വിചാരിച്ചു 2 ഉണക്ക കവർ മേടിച്ചോണ്ട് വേണ്ട, ഇത്രയും മതി. കട്ട്ലേറ്റ് ഇച്ചിരി കട്ടി വരുമ്പോൾ പൊടിഞ്ഞു പോകത്തില്ല. മറ്റേതാകുമ്പോ പൊടിഞ്ഞു പോകും. മറക്കുമ്പോ നടുവേ കട്ടിയില്ലേ. ഇങ്ങനെ എത്ര ചിരിക്കാൻ നാളെയാണ് പള്ളി പോകുന്നത്. അതൊക്കെ ഓക്കെ. കൂളിംഗ് ക്ലാസ് ഒക്കെ എടുത്തു. കൂളിംഗ് ക്ലാസ് തന്നെ പറഞ്ഞു. അല്ല, പിന്നെ ഞാനതാ പറഞ്ഞത്. കൂളിംഗ് ക്ലാസ് അല്ല, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാ പഠിച്ചത്. അതല്ല, ഞാൻ ഹോളി ഏഞ്ചൽസ് കോൺവെന്റിലാ പഠിച്ചത്. ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചത് ഇത് സർക്കിൾ. മോഡൽ സ്കൂളിൽ പഠിപ്പിച്ചത് ഇതാടാ. ഇപ്പൊ മനസ്സിലായി. മോഡൽ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിച്ചതുള്ള. പിന്നെ ഹോളി ഏഞ്ചൽസിന്റെ കുഴപ്പമുണ്ടോ? മോഡൽ സ്കൂൾ പിന്നെ ഭയങ്കര തട്ടിപ്പല്ലാത്ത പോലെ. സമയം കിട്ടിയ സ്ട്രൈക്കാന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന പിള്ളേര്. അത് പണ്ട് ഒരു കാര്യം ചെയ്യും. നീയൊക്കെ പറയുന്ന പോലെ അല്ല. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം ചെയ്യും. ഒരു കോംപ്ലക്സ് എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കാം. അങ്ങനെയാലോ? അതെ, ഇങ്ങനെയാണ് നമ്മുടെ കടയിൽ സ്റ്റൈലായിട്ട് തുടങ്ങും. നിങ്ങൾ കുട്ടികളൊക്കെ ബിസിനസ്സിലോട്ട് കയറും. നമ്മൾ ചെറിയതായിട്ട് ചെറിയ 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 ബിസിനസ്. ഇപ്പം നല്ല പ്യുവറായിട്ടുള്ള കട്ട്ലേറ്റ്, ഇതേപോലെ കട്ട്ലേറ്റ് കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. മായം ചേർക്കാത്ത സാധനങ്ങൾ കൊടുക്കാവും.
ഞാൻ അത്രേ ചെയ്തു. എന്നിട്ട് വിളിച്ചു ഞാൻ പറയുന്നത് സിനിമ ചെയ്യാൻ പോകും. ഈ ചപ്പാത്തി കൂലും കട്ട്ലേറ്റും തമ്മിൽ എന്താണ് ബന്ധം? പിള്ളേരാരെങ്കിലും കേട്ടത് ക്രിഞ്ചാന്ന് പറയും. ക്രിഞ്ച് അങ്ങനെ ക്രിഞ്ച് ആകട്ടെ, നമുക്കെന്താണ് പ്രശ്നം? നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞിട്ട് പറയണ്ടേ? എല്ലാരും പറയില്ല അയ്യെന്ന് പറഞ്ഞാൽ അത് അയ്യേ അത്ര. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അല്ല നമ്മളിന്ന് അവരെ ബഹളം ഉണ്ടാക്കാനോ, ഓരോരുത്തർ ഓരോ അഭിപ്രായത്തെ കേട്ടോ. കേട്ടു. പറയൂ. ഞാൻ എന്നാ ചോദിച്ചാലും ഏട്ടൻ എപ്പോഴും എന്നതേലും ഒരു മറുപടി കാണും. ഇത് പഠിച്ചത് അതെ, കറക്റ്റാണ്. ആ സ്പോട്ടിൽ വരുന്നതാണ്, നമ്മളല്ല. അതെങ്ങനെ വരും? പ്രിപ്പയർഡ് അല്ലല്ലോ, സ്ക്രിപ്റ്റഡ് അല്ലല്ലോ. അദ്ദേഹം പറയുന്നു, നമ്മൾ പ്രവർത്തിക്കും. കൊടുക്കണ മറുപടി എന്ന് പറയോ? അത് കൊടുക്കണമല്ല, അതിനെ വരും. ഞാൻ ചോദിച്ചത് എന്നാന്ന് അറിയാം, എന്നതേലും ഒരു മറുപടി കാണും. അങ്ങനെ വേണോന്ന് മറുപടി പറയാതിരുന്ന ശരിയാവില്ല. അങ്ങനെ പറയാം. ഒരു കക്കറയും കച്ചറയല്ല. അതിനകത്ത് കുറച്ച് പൊടി കാണും, അതും കൂടെ ഇവിടെ നോക്കടാ. ഉണക്ക 2 പാക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്നിട്ട് 20 എണ്ണം പിടിച്ചത് കണ്ട. ये क्या है मामा? This is pineapple pudding going to make. ഈസ്റ്റർ പ്രപ്പാണോ? Yeah. ഇത് സംഭവം എന്താ അറിയോ? ഇല്ല. എൻ്റെ കുഞ്ഞുനാളിലെ നൊസ്റ്റുവാ. എൻ്റെ ഒരു ആൻറ്റിക്ക് ബേക്കറി ഉണ്ടായിരുന്നു. സ്വാഗതം എന്നാണ് പേര്. കോട്ടയത്ത്. ഷീ യൂസ് ടു മേക്ക്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൊച്ചുനാളിൽ ചെല്ലുമ്പം വയറ് നിറച്ച് കൊതി തീരെ. പക്ഷെ പിന്നെ അതൊരു പുള്ളിക്കാരത്തി മരിച്ചുപോയി. പക്ഷെ ഏറ്റവും നല്ല കാര്യം ചെയ്തത് എന്നാന്നറിയാം, പുള്ളിക്കാരത്തി ആ റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. ഞാൻ എപ്പോഴും നമുക്കൊരു അറിവുണ്ടെങ്കിൽ ഒരാൾക്ക് പകർന്നു കൊടുക്കും. അല്ല നമ്മുടെ സ്വത്തായിട്ട് തരിയല്ല. ആ പാടെ ഇച്ചിരി ഉള്ളൂ. അതിൽ തരി ജന്തു ഒന്ന് മുറിച്ചോട്ടെ. ഇങ്ങോട്ട് മോറിച്ചോക്കാം. ഒരു കടി മതി. എന്താ ഇത്? This is mutton for tomorrow morning stew. മട്ടൺ സ്റ്റോക്ക് ആണോ? Wow. ഈസ്റ്റിന്റെ ഓരോ സാധനങ്ങൾ കണ്ടോ? കൊഞ്ച് ഫ്രൈ, മട്ടൺ സാമ്പാർ, ദിസ് ഈസ് മുളകിട്ട മീൻ കറി, സ്റ്റൂവാ, മട്ടൺ സ്റ്റൂ. ഈസ്റ്റർ ലഞ്ച് കഴിക്കാൻ പോവാണ്. വന്നിട്ട് കഴിഞ്ഞിട്ട് വാങ്ങിക്കും. ആദ്യം എന്താണ് നമ്മള് പ്രാർത്ഥിക്കണം? അല്ല, ആദ്യം നമ്മള് ഇതിൽ ഏതാ തുടങ്ങേണ്ടത് അത് പറ. അതെ, മസാല സൂപ്പറാ. ആരാ ഉണ്ടാക്കിയെന്നറിയോ? ഇതാണ്